പശ്ചിമേഷ്യയിൽ യുദ്ധപ്രതീതി ഉണർത്തി അമേരിക്കൻ അധിനിവേശ താവളങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയത്. സ്വന്തം മണ്ണിൽ വിദേശ ശക്തികൾ നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്ക് 1-10 മറുപടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും വാക്കല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗൾഫ് മേഖലയെ സാക്ഷ്യം വഹിച്ച ഒരു മിസൈൽ വർഷം എന്ന് പറയുന്നത്. എന്തായാലും കുവൈറ്റിലെ അലി അൽ സലേം എയർബേസ്, ബഹ്റിനിലെ US 5ാം നാവിക വ്യൂഹത്തിന്റെ ആസ്ഥാനം എന്നിവ ഉൾപ്പെടെ 8ഓളം തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് സംയുക്ത വ്യോമാക്രമണം നടത്തിയത്. എന്തായാലും ഇപ്പോൾ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുകയാണ്. അത്തരം നീക്കങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഗൾഫ് മേഖല താൽക്കാലികമായിട്ട് ശാന്തമായി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും തങ്ങളുടെ തീരദേശ മേഖലകളിൽ US സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് എന്നാണ് ഈ ആക്രമണത്തെ പറ്റി ഇറാൻ പറയുന്നത്. ലക്ഷ്യസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ട് തകർത്തതായിട്ടും IRGC ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അവകാശപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെട്ടതോടെയായിരുന്നു പശ്ചിമേഷ്യ വീണ്ടും ഒരു കടുത്ത ആശങ്കയിലായിരുന്നത്. ശനിയാഴ്ച കടലിടുക്കിൽ വെച്ച് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് US സെൻട്രൽ കമാൻഡ് ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഞായറാഴ്ച പുലർച്ചെയോടെ ഇറാന്റെ തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും US താവളങ്ങളിലേക്ക് കുതിച്ചെത്തിയത്. ആ ഒരു ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും സൈറണുകളും നിർത്താതെ മുഴങ്ങിയിരുന്നു. ഇറാന്റെ മിക്ക ഡ്രോണുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തതായിട്ടും തങ്ങളുടെ സൈന്യത്തിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളോ ജീവഹാനിയോ സംഭവിച്ചിട്ടില്ല എന്നും US ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുമ്പോഴും പ്രാദേശികമായിട്ട് ചില നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹ്റിലെ ജനവാസ മേഖലയിലുള്ള ഒരു 8 നില കെട്ടിടത്തിന് ആക്രമണത്തിൽ കടുത്ത കേടുപാടുകൾ സംഭവിച്ചതായിട്ട് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി മേഖലയിൽ പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ പശ്ചിമേഷ്യയിൽ US-ഉം ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത യുദ്ധഭീതിക്ക് താൽക്കാലിക ശമനം ഉണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 2 ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഒരു ശമനം, ഒരു ശാന്തത ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗൾഫ് മേഖലയെ വിറപ്പിച്ച മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും താൽക്കാലികമായിട്ട് പിൻവാങ്ങാൻ ധാരണയിലെത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെട്ട കടുത്ത നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് പശ്ചിമേഷ്യ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച ഈ ഒരു സുപ്രധാന തീരുമാനമുണ്ടായിരിക്കുന്നത്. തുടർ ചർച്ചകൾക്കും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് നാളെ ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ വെച്ച് ഇരു രാജ്യങ്ങളുടെയും ഉന്നത പ്രതിനിധികൾ പങ്കെടുക്കുന്ന നിർണായക യോഗം ചേരുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ വലിയ സ്വാധീനമുള്ള ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ സമാധാനവും സുരക്ഷയും നിശ്ചയിക്കുന്നതിൽ ഈ ദോഹ ചർച്ചകൾ നിർണായക പങ്കുവഹിക്കും. ചർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവുമായിരിക്കും. എന്തായാലും ലോകം മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ ജലപാതയിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക സാന്നിധ്യം, അതിർത്തി നിർണയവും സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ദോഹയിൽ രൂപീകരിക്കും. ഈ ചർച്ച പൂർത്തിയാകുന്നത് വരെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുഗമമായിട്ടുള്ള ഗതാഗതം ഉറപ്പാക്കാൻ ഇരുഭാഗവും സമ്മതിച്ചിട്ടുണ്ട്. മുൻ ദിവസങ്ങളിൽ കപ്പലുകൾക്ക് നേരെ ഉണ്ടായതുപോലുള്ള ഡ്രോൺ ആക്രമണങ്ങളോ തടഞ്ഞു വെക്കലുകളോ ഇനി ഉണ്ടാകില്ല എന്നും അന്താരാഷ്ട്ര കപ്പലുകളെ സ്വതന്ത്രമായിട്ട് കടത്തിവിടുമെന്നും ഇറാനും ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ ആക്രമണത്തിനിരയായ കുവൈറ്റിലെ അലി അൽ സലേം എയർബേസ്, ബഹ്റിനിലെ US 5th ഫ്ലീറ്റ് ആസ്ഥാനം എന്നിവയുൾപ്പെടെയുള്ള താവളങ്ങളുടെ ഭാവി സുരക്ഷ ചർച്ചയാകും. ഈ മേഖലകളിലെ US സൈനിക വിന്യാസവും ഇറാന്റെ സുരക്ഷാ ആശങ്കകളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്താനാണ് ഇരുപക്ഷവും ശ്രമിക്കുന്നത്. മുൻപ് നിലവിലിരുന്നതും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലംഘിക്കപ്പെട്ടതുമായിട്ടുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ പരിഷ്കരിച്ചുകൊണ്ട് പുതിയൊരു സുരക്ഷാ കരാറിലേക്ക് എത്തുകയാണ് ദോഹ ചർച്ചയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.
ഇരു രാജ്യങ്ങളും പരസ്പരം പ്രകോപനം സൃഷ്ടിക്കില്ല എന്ന ഉറപ്പ് രേഖാമൂലം കൈമാറാൻ സാധ്യതയുണ്ട്. ഈ ഒരു താൽക്കാലിക ശമനം ഇസ്രയേൽ ഉൾപ്പെടെയുള്ള മറ്റ് പ്രാദേശിക ശക്തികളെ എങ്ങനെ ബാധിക്കുമെന്നതും ചർച്ചകളിൽ പ്രതിഫലിക്കും. ഇറാന്റെ സഖ്യകക്ഷികളായ മറ്റ് സായുധ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറാകണമെന്ന US-ന്റെ ആവശ്യം ഈ ചർച്ചകളിൽ ഉയർന്നു വരും. എന്തായാലും സംഘർഷം താൽക്കാലികമായിട്ട് ഒഴിഞ്ഞത് ആഗോള എണ്ണ വിപണിക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ദോഹ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് വീണ്ടും ഇന്ധനവില വർധനവിനും ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നതിനാൽ ലോകരാഷ്ട്രങ്ങളെല്ലാം വളരെ ഉറ്റുനോക്കുന്ന ഒന്നായി ഈ ഒരു നയതന്ത്ര നീക്കം മാറിയിരിക്കുന്നു. പുതിയ സാഹചര്യത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇരു രാജ്യങ്ങളും താൽക്കാലികമായിട്ട് പിൻവാങ്ങൽ ധാരണയിൽ എത്തിയതായിട്ടാണ് വിവരം. എന്തായാലും തർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വെടിനിർത്തൽ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് ജൂൺ 30 ചൊവ്വാഴ്ച ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ വെച്ച് US-ഉം ഇറാനും തമ്മിൽ എന്തായാലും ഈ ഒരു ചർച്ച പുനരാരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും ഈ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ മേധാവിത്വത്തിന് കനത്ത പ്രഹരമാണ് ഇറാൻ തൊടുത്തുവിട്ടത്. അതായത് ഇറാൻ നടത്തിയ ഈ ഒരു മിസൈൽ ഡ്രോൺ ആക്രമണം തങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള സൈനിക മേധാവിത്വം ഒരിക്കൽ കൂടെ തെളിയിക്കുന്നതായിരുന്നു. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെട്ട അമേരിക്കൻ താവളങ്ങളെ പോലും നിഷ്പ്രഭമാക്കാൻ തദ്ദേശീയ സാങ്കേതിക വിദ്യയിലൂടെ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. തങ്ങളെ തൊട്ടാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് എന്തായാലും ടെഹ്റാൻ നൽകിയിരിക്കുന്നത്. ഏതൊരു വിദേശ ഭീഷണിക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഇറാന്റെ ഈ ഒരു കടുത്ത നിലപാടാണ് ഒടുവിൽ US-നെ പോലും നയതന്ത്ര ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പരമാധികാരത്തെയും അവകാശങ്ങളെയും ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച സന്ദേശമാണ് ദോഹ ചർച്ചകൾക്ക് തൊട്ടുമുമ്പ് ഇറാൻ ലോകത്തിന് മുമ്പ് നൽകിയിരിക്കുന്നത്. ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ യഥാർത്ഥ കാവൽക്കാർ തങ്ങളാണ് എന്ന് അടിവരയിടാൻ ഇറാൻ ഈ ഒരു സൈനിക നീക്കത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യ പാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ അതിർത്തികളെ അസ്ഥിരതപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ നിലയ്ക്ക് നിർത്താനും ഇറാന്റെ സൈന്യത്തിന് സാധിക്കുമെന്ന യാഥാർത്ഥ്യം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. സാമ്രാജ്യത്തെ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ ഭയന്ന് പിന്മാറുന്ന രാജ്യമല്ല തങ്ങളെന്നും മിസൈൽ പ്രതിരോധ കവചങ്ങളെ തുളച്ചു കയറാൻ ശേഷിയുള്ള ആയുധപ്പുരകൾ തങ്ങൾക്കുണ്ട് എന്നും ഇറാൻ പരസ്യമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായിട്ട് തിരുത്തി എഴുതാൻ ഇറാന്റെ ഈ ഒരു പ്രത്യാക്രമണത്തിന് സാധിച്ചിട്ടുണ്ട്. ദോഹയിൽ നടക്കാനിരിക്കുന്ന നിർണായക ചർച്ചകളിൽ ഇറാന്റെ നിലപാടുകൾക്ക് കൂടുതൽ മുൻതൂക്കം ലഭിക്കാൻ ഈ ഒരു സൈനിക വിജയം കാരണമാകും. എന്തായാലും US-ഉമായിട്ട് തുല്യ ശക്തിയായിട്ട് നിന്നുകൊണ്ട് തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാന് സാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അത്രത്തോളമാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യക്ക് വലിയൊരു സമാധാനമുണ്ട്, ഒരു താൽക്കാലിക ശാന്തത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വെടി നിർത്തലും ആക്രമണങ്ങളും താൽക്കാലികമായിട്ട് വീണ്ടും നിർത്തിവെച്ച് ചർച്ചകളിലേക്ക് പോവുകയാണ്. ഇത് മുന്നോട്ട് പോകുമ്പോൾ അത് പാതി വഴിയിൽ വീണ്ടും അമേരിക്കയുടെ ചതി കൊണ്ട് നിലയ്ക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ വീണ്ടും ആ ഒരു സമാധാന കരാറിലേക്ക് അല്ലെങ്കിൽ ചർച്ചകൾ നടത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് എന്നതാണ് ഒടുവിൽ വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇസ്രയേൽ കൂടുതൽ പരിഭ്രാന്തരാകുന്നത്. കാരണം ലെബനാനിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുന്നുണ്ട്. ഈ ഒരു കാര്യം ഇറാൻ നോക്കിക്കാണുന്നുണ്ട് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം ഇസ്രയേലിന്റെ കാര്യം കൂടി ഈ ഒരു ചർച്ചയിൽ ഒരുപക്ഷെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട്, അതായത് വെടിനിർത്തൽ കരാർ വന്നിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് ലെബനാനിലേക്ക് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത്, ആ ഒരു ലംഘനം നടത്തിയത്. അപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നവും ഒരുപക്ഷെ ഈ ഒരു സമാധാന ചർച്ച അല്ലെങ്കിൽ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നാകും. ലെബനാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രയേൽ തൊടുത്തുവിട്ടത്. എന്നാൽ ഹിസ്ബുള്ളയും നേരെ തിരിച്ച് ഇസ്രയേലിനൊപ്പം രംഗത്തെത്തിയിരിക്കുകയാണ്. ലെബനാനിലെ ഈ ഒരു യുദ്ധം അപമാനകരമാണെന്നായിരുന്നു ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. കാരണം ഈ ഇസ്രയേൽ ഇത്തരം നീക്കങ്ങളിൽ, അതായത് ഒപ്പുവെച്ചിട്ടും ഈ ഒരു കാര്യം ചെയ്തതിനെ അപമാനകരം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഹിസ്ബുള്ള രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ അതും ഒരുപക്ഷെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായേക്കാം എന്നുള്ളൊരു സൂചന കൂടിയുണ്ട്. എന്തായാലും ലെബനാനിൽ ഇസ്രയേൽ നടത്തുന്ന ഈ ഒരു അധിനിവേശത്തെയും ചർച്ചയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് ഈ
രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്കയ്ക്ക് കൂടുതൽ സമ്മർദ്ദമാകും എന്നതിൽ സംശയമില്ല. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും അതുപോലെ തന്നെ ലെബനാനിലെ ആക്രമണവും ഇറാന്റെ പരിഗണനയിൽ ഉണ്ട് എങ്കിൽ അത് വീണ്ടും അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് വലിയൊരു ഒരു സമ്മർദ്ദമാകാൻ സാധ്യതകൾ ഏറെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആക്രമണങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്ക ഈ പറഞ്ഞതുപോലെ തന്നെ ചതിപ്രയോഗത്തിലൂടെ വീണ്ടും ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ഈ ഒരു അമേരിക്കയെ തന്നെ നരകമാക്കും എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ നടത്തിയിരിക്കുന്നത്. അതിലേക്ക് പോകുമോ എന്നുള്ളത് ഈ ഒരു ചർച്ചകൾക്ക് ശേഷം മാത്രമാണ് അറിയാൻ സാധിക്കൂ. എന്തായാലും ഈ ചർച്ചകൾ പുനരാരംഭിക്കുകയാണ് എന്ന് പറയുന്നതും ഈ ആക്രമണങ്ങൾ ഇനി നടത്തില്ല എന്ന് പറയുന്നതും ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനമാണ് കൊടുക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കുവൈറ്റിലും ബഹ്റൈനിലും നടന്ന ഈ ഒരു ആക്രമണം അവരെ വലിയ രീതിയിലുള്ള ഒരു ഭീതിയിലേക്ക് തള്ളിയിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു ആക്രമണം നടത്തില്ല അല്ലെങ്കിൽ വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുന്നു എന്ന് പറയുന്നത് ഗൾഫ് മേഖലയ്ക്ക് വലിയ സമാധാനമാണ് നൽകുന്നത്.